അപ്പോൾ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് അവിലുപ്മാവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി എടുക്കാൻ പാടില്ല എന്ന് പുതിയൊരു നിയമമൊക്കെ കൊണ്ടുവന്നേക്കാണ് അമ്മ. അത് കാരണം കൊണ്ട് അമ്മയാണ് എനിക്ക് വിളമ്പി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ എത്ര നാളത്തേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ അടുക്കളയിൽ കയറാതിരിക്കാനൊന്നും പോകണില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് മാങ്ങ ഇരുന്നത് ചെത്തി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുന്ദരക്കുട്ടൻ്റെ പൊക്കിൾക്കൊടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ആൾ കുളിക്കുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമൊക്കെ പാസ്സാക്കിയ ആൾ. ആ സമയം കൊണ്ട് ഞാൻ നേരെ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചീരക്കറിയും ചമ്മന്തിയായിരുന്നു കേട്ടോ ഇന്ന് ലഞ്ചിനുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനെ കുറേ ബ്ലഡിൻ്റെ ഇതൊക്കെ പോയതല്ലേ വെച്ചിട്ട് അമ്മ കുറച്ച് അങ്ങോട്ട് ബ്ലഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പുകൂട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങണില്ല, പടക്കം വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പിടിച്ച പിടിയാലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ആൾ. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആയി നോക്കുമ്പോൾ അച്ഛനും അച്ഛമ്മയും കുട്ടി അച്ഛനൊക്കെ കൂടിയിട്ട് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണെങ്കിൽ നല്ല പുകയൊക്കെ വന്ന് ഉണ്ണിക്ക് പ്രശ്നമായാലോ എന്ന് വിചാരിച്ച് അവിടെ അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിൽ നിന്ന് എടുക്കുന്നതാണ് വീഡിയോയൊക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇവിടെ വിഷു തുടങ്ങി, അവിടെ എന്താ വിശേഷം?